അങ്ങനെ ഒരാഴ്ചത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ അവതരിപ്പിക്കുന്നു കണ്ണൻ കൊഴിയാള. തൃശ്ശൂർന്ന് വന്നതിന്റെ മടിയും ക്ഷീണവും കാരണം ഇന്നലെ ഒന്നും മീൻ മേടിച്ചിട്ടുണ്ടായില്ലേ, ഇന്നാണ്ടാ മീൻ മേടിക്കണ വീട്ടില്. അല്ല, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ മീനെ കാണാനായിട്ട് അയിലയുടെ പോലെയും പേരാണെന്നുണ്ടെങ്കിൽ ചാളയുടെ പോലെയും, അതെന്താണ് അത് അങ്ങനെ വന്നത്? അതെന്തെങ്കിലും ആവട്ടെ, എന്തായാലും കറി വെച്ച് തിന്നാ പോരല്ലേ. ചില ആൾക്കാർ ഈ മീൻ തൊലി ഉരിഞ്ഞിട്ടാ കറി വെക്കാൻ. ഞാൻ അമ്മനോട് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു തൊലി ഒന്നും ഉരിയണ്ട, നീ കറി വെച്ചോളാം. ഞാനിപ്പോ എപ്പ തേങ്ങ അരച്ച് കറി വെച്ചാലും മുളകിട്ട് കറി വെച്ചാലും കൊല്ലം സ്റ്റൈലാട്ടാ കറി വെക്കണത്. അത് ഇന്നൊന്നും മാറ്റി പിടിച്ചിട്ട് എന്റെ സ്റ്റൈലാട്ടാ ഞാൻ ഇന്ന് കറി വെച്ചേക്കണത്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്റ്റൈലൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും. എന്നാ അങ്ങനെയൊക്കെ ഉണ്ട് ട്ടോ. എന്റെ സ്റ്റൈല് കൊടമ്പുളിട്ട മീൻകറിയാണ്. എന്ത് മീനാണെന്നുണ്ടെങ്കിലും കറി വെക്കുന്നതിനെക്കാട്ടിയും ഇരട്ടി താല്പര്യമാണ് മീൻ പൊരിക്കുന്നതിൽ ട്ടോ. മീൻ നന്നാക്കി കഴിഞ്ഞപ്പോഴാട്ടാ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, ഇതിന്റെ കണ്ണ് കണ്ടോ? മാക്കാച്ചത്തവളയുടെ കണ്ണ് പോലില്ലേ? ഇനി വലിയ കണ്ണായതുകൊണ്ടായിരിക്കും ഇതിന് കണ്ണൻ കൊഴിയാളെന്ന് പേര് വന്നത്. അതെന്തെങ്കിലും ആവട്ടെ, അവിടം വരെ ചിന്തിച്ചു പോകാൻ ഇപ്പൊ എനിക്ക് ടൈമില്ല. അങ്ങനെ മീൻകറി റെഡിയാക്കി, മീൻ പൊരിച്ചത് റെഡിയാക്കി, പിന്നെ ചോറ് കഴിക്കാനായിട്ട് ക്യാരറ്റ് തോരനും മോരുകറി ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കൂട്ടിയിട്ട് നല്ലൊരു ചോറ് അങ്ങോട്ട് കഴിച്ചേ. അപ്പൊ അത്രയുള്ളൂ ഗൈസ്, ബൈ.